ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി സെറ്റായി ഫുൾ സെറ്റിലിരിക്കണം. നല്ല പനിയുണ്ട്, പനി കുറച്ച് കൂടുതലാണ്. എന്നാലും വീഡിയോ ചെയ്യേണ്ട മടി വിചാരിച്ചിരുന്നാൽ കാര്യമില്ല മക്കളെ, കാര്യമില്ല. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം പോയി. ഞാനേ ഇങ്ങനെ ഓരോരുത്തരുടെ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയപ്പോൾ ഇന്നലെ രാത്രി ഒരാളെ ലൈവ് കണ്ടു. അവിടെ ഒരു വ്യക്തി വന്നിട്ട് വളരെ മോശമായ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ വേറെ പോയി, അവിടെയും ഇതേമാതിരി ഒരു വ്യക്തി വന്നിട്ട് മോശമായ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ കൂടുതലും ഈ ലേഡീസിൻ്റെ അവിടെ ഈ കമൻ്റ് കാണുന്നത്. അതിനനുസരിച്ച് നിൽക്കുന്ന ലേഡീസുമാരും ഉണ്ടാവും, പറഞ്ഞോട്ടെ അതിൻ്റെ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ പേടിച്ചിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിലും ഞാൻ പറയണം, എനിക്ക് ആദ്യം ലൈവ് തുടങ്ങുമ്പോൾ കണ്ടമാനം മെസ്സേജ് വന്നിരുന്നു. വളരെ മോശമായിട്ടുള്ള മെസ്സേജാണ് വന്നിരുന്നത്. നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും അമ്മാതിരിയുള്ള മെസ്സേജ്. അങ്ങനെ ഞാനിങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ചേട്ടന്മാരായാലും കുറേ സാറുമാരായാലും വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ തളരരുത്, കാരണം പറയണവർ പറഞ്ഞോട്ടെ, നമ്മൾ അതിൽ തളർന്നു പോയാൽ പിന്നെ എപ്പോഴും തളർച്ചയായിരിക്കും. നീ ആ വരുന്നത് പിൻ ചെയ്ത് അടുവയ്ക്ക് കാണട്ടെ, അവരെ ഗുണം 4 ആൾക്കാരും കൂടി കാണട്ടെ. നമ്മളോട് ഇങ്ങനെ പറയണതാണ്, അവരെ കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ് അവർ നമ്മളോട് പറയണത്. അപ്പോൾ അവർ ഗുണം 4 ആൾക്കാരും കൂടി കാണട്ടെ. നമ്മളവിടെ ലൈവിൽ കിടന്ന് കുറേ ഞാൻ പ്രതികരിക്കാൻ വരുമ്പോൾ ഇതേമാതിരി ലൈവിലിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ സ്പോട്ടിൽ ആ ലൈവിൽ ഇങ്ങനെ തന്നെ മറുപടി കൊടുത്തിരുന്നിട്ടാണ്, നല്ല സ്ട്രോങ്ങിൽ അവൾ മറുപടി കൊടുത്തിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, താത്ത മിണ്ടാണ്ടിരിക്കണ മാതിരി ഞാൻ മിണ്ടാണ്ടിരിക്കും, നല്ല കിട്ടൽ കിട്ടൂട്ടാന്ന് പറഞ്ഞു, നീ അവിടെ പോയി ചോദിക്കടാ പറഞ്ഞു. അങ്ങനെ അതേമാതിരി നമ്മളെ ലൈവിലും വന്നത്. ഇത് ആകെ പേടിച്ചിട്ട് ഇത് പറയണ ആ ലൈവിൽ പറഞ്ഞു, ഞാൻ എന്നാൽ ഫോൺ വെച്ചിട്ട് പോകണടാ, എനിക്ക് പറ്റണില്ല, അവൻ പിന്നെയും കമൻ്റ് അയച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പം ഞാനും കയറിയിട്ടാ ലൈവിൽ, പറഞ്ഞോട്ടെ, നമ്മൾ മെയിൻറ്റ് വെക്കണ്ട, ഇതേ അനുഭവം അനുഭവിച്ചിട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. പല തന്തക്കുണ്ടായവർ പലതും പറയും, അത് കേട്ടിട്ട് നമ്മൾ കുറച്ചിട്ട് കാര്യമില്ല പൊന്നാര ചേച്ചി. അവിടെ നിന്ന് പറഞ്ഞോട്ടെ, നമ്മളതിനൊരു കമാന അക്ഷരം മിണ്ടാണ്ടിരിക്കണം. അതിന് ഭയങ്കര പേടി. ഇതേമാതിരി തന്നെയായിരുന്നു, ഞാൻ കരഞ്ഞിട്ടുണ്ട് ലൈവിൽ കിടന്നിട്ട്. നമ്മളെ കൊല്ലങ്ങളോളം അറിയാവുന്ന വ്യക്തികളും ആയാലും, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തികളായാലും, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെക്കുമ്പോൾ അതിൽ മോശമായ കമൻറ്റ് വന്നപ്പോൾ അറിയാവുന്നൊരു വ്യക്തി, എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു വ്യക്തി, ഞാൻ സ്നേഹിക്കുന്നൊരു വ്യക്തിയും എൻ്റെ കുടുംബവുമായി നല്ല ബന്ധമുള്ളൊരു വ്യക്തിയും എനിക്ക് ആ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നീല മഷിയിൽ വട്ടം വരച്ചിട്ട് എൻ്റെ വാട്സപ്പിൽ അയച്ചു കാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രത്തോളം നമ്മൾ സ്നേഹിച്ചവർക്ക് പോലും നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് അതിൽ. അവർ അത്രയും വർഷം നമ്മളെ ഹെൽപ്പ് ചെയ്ത വ്യക്തികളാണ്, നമ്മളെ സഹായിച്ച വ്യക്തികളാണ്, ആ കുടുംബവുമായിട്ട് ബന്ധമുള്ളവരാണ്. ഞാൻ പറയും, പഠിച്ചോനെ, എൻ്റെ എല്ലാ അവസ്ഥകളിലും എൻ്റെ എല്ലാത്തിലും കൂടെ നിന്നൊരു വ്യക്തികൾ പറയുമ്പോൾ അതിനെക്കാട്ടിയും വലുതാണോ ഇവിടെ വന്ന് കുറച്ച് പോകുന്നത്? അപ്പം അതിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി അത് അയച്ചതോടുകൂടി കുറച്ചും കൂടി ശക്തി കിട്ടി. കാരണം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ്. അത് നേരെ വാട്സപ്പിൽ എനിക്ക് അയച്ചു നിൽക്കുക, ലൈവിൻ്റെ ഇടയിൽ വാട്സപ്പിൽ എനിക്ക് അയച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നും. ആ വോയിസ് തന്നെ ഞാൻ തിരിച്ചു വിട്ടു കൊടുത്തു. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണെന്നും. അതിങ്ങനെ വട്ടം വരച്ചിട്ട് അത് എൻ്റെ മൊബൈലിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലായി. അത് വട്ടം വരച്ചിട്ട് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇതിലും വലിയ അവസ്ഥ കടന്നു വന്നവളാണ് ഞാൻ. ഈ
ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിഷമിക്കാൻ നേരമില്ല, സമയവുമില്ല. നല്ല വിഷമെന്ന് പറഞ്ഞ സങ്കടം വരുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ യൂട്യൂബിൽ നല്ലവരായ ആൾക്കാരുണ്ട് കേട്ടോ. പേരെടുത്ത് പറഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാണ്ട് കേട്ടോ. കുറേ ഇക്കാമാരായാലും കുറേ ചേച്ചിമാരായാലും എൻ്റെ അനിയന്മാരായാലും അനിയത്തിമാരായാലും കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. താത്ത പറഞ്ഞോട്ടെ, റംലു താത്ത, ഇങ്ങനെ അവർ വിളിക്കണം, റംലു താത്ത പറഞ്ഞോട്ടെ, താത്ത മൈൻഡ് വെക്കണ്ട, അവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. താത്ത ഞങ്ങളില്ലേ താത്താൻ്റെ ലൈവ് അടിച്ച് പൊളിക്കാൻ. പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ 1.5 മാസമായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട് വിചാരിച്ചതിനും കാട്ടിയും കൂടുതൽ സബ്സ്ക്രൈബറാണ്. ഇന്നിപ്പോൾ 1350 സബ്സ്ക്രൈബാണ് ഞാൻ നിൽക്കുന്നത്. 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ അത്രയും പേര് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ചീൽ കേസിൻ്റെ വരെ. പണ്ട് ഒരു വലിയ മരട്ട. അപ്പോൾ ഈ മരം ഇങ്ങനെ നിൽക്കുന്ന ഫുൾ അടിപൊളിയായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. ആ മരം അപ്പോൾ ഒരു ചെറിയ ചെടിയുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതിങ്ങനെ കാറ്റ് വരുമ്പോൾ ഈ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നോളൂ കേട്ടോ. അപ്പോൾ ഈ മരം ഇതിനോട് ചോദിക്കും, അനക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ ആയുസ്, ഞാൻ കണ്ട ഫുള്ളായിട്ട് നിൽക്കണത്, അനക്ക് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആയുസ്. നല്ല ശക്തമായ കാറ്റും മഴയും വന്നപ്പോൾ ആ മരം വീണു. അപ്പോൾ ആ ചെടി പറയാണ്, ശക്തിയിലല്ല കാര്യം, വണ്ണത്തിലുമല്ല കാര്യം. ചെറിയ ചെടിയായ ഞാൻ ആ കാറ്റിനെ അതിജീവിച്ചു, വലിയ മരമായി നീ കടപൊഴുകി വീണു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ? അത്രയേ ഉള്ളൂ ഈ പറയുന്ന ആൾക്കാരൊക്കെ, മനസ്സിലായ? അത്രക്കുള്ളൂ. നമ്മളതായ വഴിയിൽ കൂടെ നേരായ മാർഗത്തിൽ കൂടെ പോവുക. തീർച്ചയായും അതിനുള്ളത് നമ്മൾക്ക് പഠിച്ചും തരും. ഓക്കെ, ആര് എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് വെക്കേണ്ട കാര്യം, നമ്മളാണ് ഏറ്റവും കൂടുതൽ അറിയണത്. എനിക്കറിയാവുന്നത് പോലെ വേറൊരാൾക്കറിയില്ല. മനസ്സിലായി? നമ്മൾ ഒരേ വഴികളിൽ പോകുമ്പോൾ പലരെയും കണ്ടുമുട്ടും. പകുതി വരെ നമ്മളെ കൈ പിടിച്ചവരുണ്ടാവും. കുറേ കഴിയുമ്പോൾ ആ കൈ വിട്ടിട്ടവർ പോകും. അതാണ് അവരുടെ ഗുണം എന്ന് വിചാരിക്കുക. മരണം വരെ നമ്മളെ ഫ്രണ്ട്സായാലും ആരായാലും മരണം വരെ നമ്മളെ കയ്യിലുണ്ടോ അവരാണ് യഥാർത്ഥ നമ്മളെ കൂടെ നിൽക്കുന്നത്. അല്ലാണ്ട് പകുതിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകണവരല്ല. മരണം വരെ നമ്മളെ കൂടെ നമ്മളെ കൈ പിടിച്ച് നിൽക്കുമോ അവരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പകുതിയിൽ വന്നിട്ട് അത് ശരിയായില്ല, ഇത് മറ്റേതായില്ല, അങ്ങനെ പറയുന്നവരല്ല നമ്മളെ കൂടെ വേണ്ടേ. എപ്പോഴും നമ്മളെ ശക്തിയോടെ കുഴപ്പമില്ലടാ നീ പോ, കുഴപ്പമില്ലടി നീ ചെയ്യേ, തെറ്റായിട്ടല്ലല്ലോ നീ ചെയ്യുന്നത്, നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, അവരെയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? പിന്നെ ലൈവിൽ അവിടെ കടന്ന് കുറച്ചോട്ടെ, നമ്മൾക്കൊരു കുഴപ്പമില്ല. ഇതിൻ്റെ വല്ല കുര കണ്ടിട്ടാണ് ഇവിടെ വരെ എത്തിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ബാഡ് കമൻ്റ് അയക്കണം മച്ചന്മാരെ, നിങ്ങൾ അയക്കൂ. ഇനിയും വാങ്ങിക്കാൻ റെഡിയായി നിൽക്കുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ വരൂ, വന്നുകൊണ്ടേയിരിക്കൂ. മരം കാറ്റിന് കടപൊഴുകി വീണ മാതിരിയല്ല ഇത്. അങ്ങനെ തന്നെ ഇതിൽ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും ഇവിടെ നിന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം, ശുഭദിനം ആശംസിക്കുന്നു. ബായ്, അസ്സലാമു അലൈക്കും. ഓക്കേ.